ചിലവിടെ വാങ്ങിയിട്ടില്ല. ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഒരു പതിവ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ. മുമ്പൊരു വീഡിയോയില് പീലർ വാങ്ങിയത് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേനോ? പീലറിന്റെ ഉദ്ഘാടനം ഇന്നാണ് ഞാൻ കഴിക്കണത് കേട്ടോ. ഉദ്ഘാടന ദിവസം തന്നെ കിഴങ്ങിന്റെ തൊലി ചെത്തണ കൂട്ടത്തില് എന്റെ നഖത്തിന്റെ തൊലിയൊന്ന് ചെത്തിയിട്ടുണ്ടായിരുന്നു. തൊലിയല്ല, നഖം തന്നെ. നഖത്തുമ്പോ ഒരു ചെറിയ ചെത്ത് ഞാൻ ഇതേപോലെ പീൽ ചെയ്തെടുത്തിട്ടുണ്ടായിനി കേട്ടോ. അപ്പം പീലർ അടിപൊളി മൂർച്ചാണ് കേട്ടോ. 2-3 സെക്ഷൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പല രീതിയിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ പീലർ ഞാൻ കുറേ അധികം കാലമായിട്ട് ഉപയോഗിച്ച് എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടും കിട്ടണതൊക്കെ കയ്യിനേനി കേട്ടോ. ഇങ്ങനെ താക്കുമ്പോഴൊക്കെ കയ്യിനേനി കിട്ടിക്കൊണ്ടിരുന്നീനിയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2-3 വിധത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ. അപ്പൊ നമുക്ക് ഒന്ന് സ്ലൈസ് ചെയ്ത് നോക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് കുട്ടികൾക്ക് സ്കൂൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. മസാല ഒക്കെ ഇട്ടുകാണ്ട് ഫ്രൈ ചെയ്ത് ഓൽക്ക് ഉച്ചക്ക് ചോറിന് കൂട്ടാൻ സ്കൂളിൽ നിന്ന് കിട്ടും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഓൽക്ക് ഇവിടുന്ന് ഒരു ഇടക്ക് കൂട്ടാൻ കൊണ്ടുപോകണത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനേ കൈമ വെച്ച് പീൽ ചെയ്തപ്പോ പതിവ് തെറ്റാതെ എനിക്ക് എന്റെ കയ്യിന് തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ വെച്ചാണ് പീൽ ചെയ്യാൻ വിചാരിച്ചു. ഭയങ്കര മുറിച്ചു പോയിനി കേട്ടോ, ഫസ്റ്റ് ഒക്കെ ആയതുകൊണ്ടേ. അങ്ങനെ ഞാനൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കട്ടെ കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പൊക്കെ ഇട്ടിട്ട് മസാല പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുട്ടികളെ 8:30 ആയിട്ടാണ് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ സമയത്തൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സൗണ്ട് കേൾക്കാത്ത എന്താ വെച്ചാല് ഞാൻ പാട്ടിട്ടിട്ടുണ്ടേനി. അപ്പൊ അതിന്റെ സൗണ്ട് വല്ലാണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ കോപ്പിറൈറ്റ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാനത് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിനിയത്. ഞാന് ഒരേ ഈ ഒരു ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരും ഒരേപോലെ തന്നെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. ഞാൻ കത്തി വെച്ചിട്ട് കൈ കൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ പെർഫെക്ഷനിലൊന്നും കിട്ടലില്ല. ഒരു തല വലുതാണെങ്കിൽ ഒരു തല ചെറുത്, ഒരു തല കട്ടില്ലതാണെങ്കിൽ ഒരു തല കട്ടില്ലാത്തത്, അങ്ങനെയൊക്കെ എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ തന്നെ മക്കള് മദ്രസ ഇട്ട് വന്നിട്ടുണ്ടേനി. അപ്പോൾ പാത്രത്തിലുള്ളതൊക്കെ ഓല് തന്നെ ഞങ്ങൾക്ക് ഇത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ആക്കിയിട്ടുണ്ടേനി കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിൽ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നനച്ചുള്ളി പണിയൊക്കെ തുടങ്ങേണ്ട നമുക്ക് എന്നൊക്കെ കമന്റ്സ് ചെയ്യാൻ കണ്ടിട്ടുണ്ടേനി കേട്ടോ. ഇൻഷാ അള്ളാ നമുക്ക് തുടങ്ങണം. തുടങ്ങാൻ ഒരു മൂഡ് കിട്ടിയിട്ടില്ല. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, അത് മാറ്റിയിട്ട് നമുക്ക് ഉടനെ തുടങ്ങണം കേട്ടോ പരിപാടിയൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഇനി ചോറ് വെക്കണം. അതിനാണ് ഇപ്പൊ ഞാനും എന്റെ ജനക്കൂട്ടനും പാടെ ഒരുങ്ങണത് കേട്ടോ. അപ്പൊ ഇവിടെ അലക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ വെള്ളം നിൽക്കും കേട്ടോ. അപ്പൊ 2 ദിവസമായി ഇവിടെ ഒക്കെ ഒന്ന് ചേരലൊക്കെ ഇട്ടെന്ന് റെഡി ആക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ വിചാരം മാത്രമേ നടക്കലുള്ളൂ. ഇന്നാണ് ഇപ്പൊ അത് പ്രായോഗികമാക്കിയത്. ചേരല് പിന്നെ മുറ്റത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് അത് അവിടുന്ന് കോരിക്കൊണ്ടിച്ചാ ഇവിടെ ഇടാതുള്ളൂ കേട്ടോ പരിപാടി. ആഹാ, ഇവിടെ പുതിയ മാറ്റമൊക്കെ വരുത്തിക്കണോ, ഏരിയടാന്നും പറഞ്ഞ് ഒരുത്തന് ഇവിടെ ബാക്കിയുള്ള അവന്റെ ബാക്കിക്കാരൊക്കെ വിളിച്ചുകാണ്ട് വരുന്നുണ്ട് കേട്ടോ അവിടെ ചെനക്കാന്. അത് കറക്റ്റ് സമയത്ത് ഞാനും സെനിമോനും കണ്ടതുകൊണ്ട് ചിമൂളിയൊക്കെ ഇട്ടതുകൊണ്ട് പിന്നെ ഓല് ആ പരിപാടിക്ക് നിൽക്കാതെ വെള്ളം അങ്ങോട്ട് പോയതാണ് കേട്ടോ. ഞാൻ ഈ മരത്തിന്റെ മൂട്ടില് തീയിടുമ്പോ എനിക്ക് കമന്റ്സിൽ ഇങ്ങനെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ, എന്താ ആ മരം നാശാവൂലേ, എന്ത് പണിയാണ് ചെയ്യണത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ മരം കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഈ മരം എന്തായാലും ഇവിടുന്ന് കളയാനുള്ളതാണ് കേട്ടോ. കാരണം ഇവിടെ നമുക്ക് വർക്ക് ഏരിയക്ക് എടുക്കണം. ആ ഒരു സമയത്ത് ഈ മരം എന്തായാലും പോകും. ഈ മരത്തിന്റെ കൊമ്പും ചില്ലകളൊക്കെ വെട്ടിയിട്ടതാണ് കേട്ടോ കുഞ്ഞുട്ടി. അപ്പം ഈ മരം പോയാലും വലിയ വിഷയമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ചോട്ടിൽ നിന്നാണ്ട് ഞാൻ അടുപ്പ് കത്തിക്കണം കേട്ടോ. പിന്നെ ഒരുപാട് കത്തിച്ച് നമ്മൾ കുറേ ടൈം ഇവിടെ അടുപ്പ് കത്തിക്കലൊന്നുമില്ല. ഈ ഒരു ചോറ് മാത്രം വെക്കുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്റെ ക്യാമറമാന് വന്നുകാണ്ട് അതിൽ ഇങ്ങനെ പുണ്ണോക്കണുണ്ടേനി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ ഇവ തൊടണ്ടാന്ന്. തൊടലും ചാടലും കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഇവിടെ വെച്ച് കത്തിച്ചാലും വലിയൊരു കുഴപ്പമില്ല എന്നുള്ള ഇത് ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പൊ ആ മരം പോയാലും കുഴപ്പമില്ല എന്നുള്ളത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ചോട്ടിൽ വന്നിട്ട് കത്തിക്കണത് കേട്ടോ. പിന്നെ എനിക്ക് അപ്പുറത്തും ഇപ്പുറത്തും വെക്കാൻ വേറെ സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പൊ മരത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇക്കാരം വിചാരിച്ചാണ് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഇനിയിപ്പോ നമുക്ക് റമദാനൊക്കെ ആയി വന്നാൽ നമുക്ക് ഇവിടെ നിന്നിട്ട് പത്തിരിയൊക്കെ ചൂടാന്നൊക്കെ ഉള്ളത് ഉണ്ട്. അപ്പത്തെ മട്ടം പോലെ കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ചുള്ളലുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളാ മുന്നത്തെ മരം മുറിച്ചതിൻ്റെതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെറുതെ ചെത്തൽ വെച്ച് കളയണ്ടല്ലോ.
കത്തിച്ച് കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഗ്യാസിന് പിന്നെ കൊടുക്കാത്ത വിലയാണല്ലോ. അപ്പൊ അതുകൊണ്ട് വിറക് കത്തിച്ച് ചോറെന്നെങ്കിലും വെക്കാലോ എന്നുള്ള വിചാരത്തിലാണ് ഞാൻ അവിടെ വെച്ചിട്ട് അടുപ്പ് കത്തിച്ച് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് 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 നമ്മളെ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പരിയിട്ടാല് ഇടയ്ക്കൊന്ന് പോയി നോക്കിയാൽ മതി. ബാക്കിയുള്ള കറികളൊക്കെ ഞാൻ ഗ്യാസുമ്മ തന്നെയാണ് ഉണ്ടാക്കല് കേട്ടോ. ഇന്നിപ്പോ ഞാനൊരു നാടൻ കൂട്ടാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടോന്നാവോ, എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല കഴിഞ്ഞ വീഡിയോ. കാരണം നമ്മൾ എന്നും ചെയ്യണ വീഡിയോ അല്ലാത്തത് കൊണ്ടേ കാരണം ഞാനൊരു ചെറിയൊരു ഗാർഡൻ വിസിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടേനി കേട്ടോ. അത് നമ്മളെ നാത്തൂൻ താത്താന്റെ തൊട്ട അയലകത്തുള്ളതായപ്പോ ഞാൻ അവിടെ പോയപ്പോ അതിങ്ങനെ കണ്ടപ്പോ പിന്നെ കൊറിയറായിട്ടൊക്കെ അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടതാണ്. പക്ഷെ ചിലർക്കൊക്കെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു, ചിലർക്ക് നമ്മൾ ഡെയിലി വീഡിയോ കാണാൻ വേണ്ടി വന്നവർക്ക് അത് വലിയ താല്പര്യം ആയിട്ടുമില്ല. പിന്നെ താത്താന്റെ വീട് എന്ന് പറയുന്നത് പോത്തലിലാണ്. നമ്മള് നമ്മളെ വീടുണ്ടല്ലോ, നമ്മളെ വീട്ടിക്ക് അവിടുന്ന് താത്താന്റെ വീടിന്റെ അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ അവിടം വരെ പോയിട്ട് നമ്മള് കുടി പോയി ഉമ്മാനെ കാണാതെ പോന്നാൽ എനിക്ക് പിന്നെ ഒരു പൊറുതിയേടാണ് കേട്ടോ. ആ പൊറുതിയേട് അറിയുന്നോണ്ട് തന്നെ കുഞ്ഞുട്ടി പറഞ്ഞാൽ നമുക്ക് കുടിയിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുടിയിലും കൂടി പോയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുടിയിൽ പോയ സമയത്ത് ഇമ്മ ഒരു ചേമ്പ എന്താന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ, വട്ടത്തിലുള്ള സാധനം, വായന്റെ അടിഭാഗം പോലത്തെ ഒരു സംഗതി, പിന്നെ കാച്ചിലും, ആ 2 സാധനം ഇമ്മ തന്നു വിട്ടിട്ടുണ്ടേനി കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിക്ക് ഞാൻ ചെറിയൊരു ചേമ്പൻ തണ്ട് ആയി വരുന്നതുള്ള ഇനി അതും മുറിച്ചിട്ട് ഒരു ചെറിയ നാടൻ കൂട്ടാൻ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പം ഇമ്മാക്ക് ചെല്ലുമ്പോ എന്തെങ്കിലും ഒന്ന് തന്നു വിട്ടിട്ടില്ലെങ്കിൽ ഒരു പൊറുതേടാണ് കേട്ടോ. അപ്പൊ അവിടെ ഉണ്ടായിനിയത് ഓൾറെഡി ഇമ്മ കൂട്ടാൻ വെക്കാനൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ച കുടിയിൽ പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കൂട്ടാനൊക്കെ ചേമ്പിട്ട് കറി അല്ലെങ്കിൽ ഇങ്ങനെ കാച്ചിലിട്ട് പുഴുങ്ങിയാണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നാടൻ കൂട്ടാനുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഇമ്മ ഉണ്ടാക്കാൻ എടുത്ത് വെച്ചീന്ന് തന്നു വിട്ടതേനി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ചോറ് വേഗലും ഊറ്റലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേനി കേട്ടോ. ചോറിനുള്ള ഞാൻ അടുപ്പ് കത്തിച്ച സമയത്താണ് ഇവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ നിൽക്കണത് കണ്ടിട്ടുണ്ടേനി കേട്ടോ. ഇത് മിഞ്ഞാന്ന് മഴ പെയ്തിൻ്റെ വെള്ളം, മിഞ്ഞാന്നല്ല ഇന്നലെ പെയ്തിൻ്റെ വെള്ളം ഇനി കേട്ടോ. അപ്പം അത് ഞാൻ അടുപ്പ് കത്തിക്കണീന് മുന്നേ അത് കളയാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടേനി. അടുപ്പ് കത്തിച്ചതിന് ശേഷമാണ് കണ്ടിട്ടുണ്ടേനിയത്. പിന്നെ ഞാൻ അത് അടുപ്പ് കാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കളയാഞ്ഞതേനി. അപ്പൊ പിന്നെ ചോറൊക്കെ ആയതിന് ശേഷം അതൊക്കെ കളഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുടിയിൽ കൊണ്ടുവന്ന ഈ സാമഗ്രികളൊക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കാം. ഇമ്മ ഓൾറെഡി ഓൽക്ക് പറിച്ചു വെച്ചീന്ന് എടുത്തു പോകുന്നതേനി കേട്ടോ. ഉമ്മ വേറെ കളക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഈ സംഗതി ഞാനും കുഞ്ഞുട്ടി മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നുണ്ട്. ഉമ്മക്ക് പിന്നെ എപ്പോ പറിക്കുമ്പോഴും തരാഞ്ഞാലും ഒരു പൊറുതിയാണാണ്. ഉമ്മാരുണ്ടാകുമ്പോ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ ഈ നാടൻ കൂട്ടാനൊക്കെ മിസ് ചെയ്യണ പോലെ ഉണ്ടാവും. അപ്പൊ ഓൽക്കൊക്കെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതുമാണ് കേട്ടോ. നമ്മള് എന്നും ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങണതൊക്കെ കഴിക്കണീൻ്റെ ഇടക്ക് ഞമ്മക്ക് എന്താ പറയാ, ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് ഇടക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണത് ഏറ്റവും നല്ലതേ. കാരണം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്തെ ലൈഫ് സ്റ്റൈലിന് ആ ഒരു രീതിയിലൊക്കെ നമ്മളാ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താതെ നല്ലതേ. കാരണം അങ്ങനെയൊക്കെ ഇപ്പം എന്തായാലും പറഞ്ഞ് നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടോ. ഈ കാച്ചില് മഞ്ഞപ്പൊടി ഇടുന്നില്ലാറും നല്ലത് രസം മഞ്ഞപ്പൊടി ഇടാതെയാണ് എന്ന് അമ്മ പറയലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞപ്പൊടി ഇല്ലാതെ വെച്ചത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒരു മീൻകറിയും കൂടി തട്ടിക്കൂട്ടിയാൽ നമ്മുടെ ലഞ്ചിന്റെ പരിപാടിയും ഡിന്നറിന്റെ പരിപാടിയും ഒക്കെ അവിടെ അവസാനിക്കും. അപ്പം ഞാൻ ഉച്ചക്കും വൈകുന്നേരത്തിനും ഒക്കെ ഒന്നിച്ചാണ് വെച്ചേക്കുക. ചോറ് പിന്നെ ഞാനൊന്ന് തിളപ്പിക്കും, കുഞ്ഞുട്ടിക്ക് ചൂടുള്ള ചോറ് വേണം. അപ്പം അതുകൊണ്ട് അങ്ങനെ മീൻ കറിയും സെറ്റായി. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി കുറച്ച് ക്ലീനിങ് ആണ് ബാക്കിയുള്ളത്. അങ്ങനെ ഞാൻ അകത്തത്തെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ നിങ്ങൾ ഒറ്റക്കായിട്ട് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഞാനിവിടെ ഉണ്ടാകുമ്പോൾ എന്നും പറഞ്ഞിട്ട് ഒരുത്തം വന്ന് എൻ്റെ ഓടെ കൂടി തന്നിക്കണം കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങിന് അർജന്റ് ഡ്യൂട്ടി വരുന്ന സമയത്ത് ആൾ ടൗസർ ഇടുന്ന കാര്യം ചെറുതായിട്ടൊന്ന് മറന്നിട്ടുണ്ടെങ്കിൽ അതാണ് ആളെ ഫുള്ളായിട്ട് കാണിക്കാതെ ഓടലും തലയും അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ ആയിട്ട് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാൻ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അയിമന്നൊരു ഓനും വേണം കേട്ടോ. ഞാനൊരു ചൂല് എടുക്കുകയാണെങ്കിൽ അത് ഞാൻ അടിച്ചു വരാനായിട്ട് അത് വന്നിട്ട് വാങ്ങും. ഇപ്പം അത് ബ്രഷ് ഞാനിവിടെ കുരക്കൽ കഴിഞ്ഞിട്ടാണ് ഓൻ കണ്ടത് കേട്ടോ. പിന്നെ ഒരു ബക്കറ്റിൽ വെള്ളവും കണ്ടല്ലോ. ഇനിയിപ്പോൾ അത് കഴിയണ വരെ ഇവിടെ വെള്ളം ഒഴിക്കുക അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കേട്ടോ. സെനിക്കുട്ടന് പിന്നെ അങ്ങനെ ഒറ്റക്കായിട്ട് ഫോണ് വേണമെന്നില്ല വാശിയും ഫോണ് കണ്ട് ശീലമല്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒറ്റക്കാണ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിപാടി കേട്ടോ. ഞാൻ എന്താ ചെയ്യണേ, അതിലൊരു ഓനും വേണം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കലാണ് പരിപാടി.
വാതിലൊക്കെ അടുത്ത നിമിഷത്തിൽ ഉണ്ടാകുവോ? ഒറ്റ കൈകളോട് വാതിലൊക്കെ പറക്കുവോ? ഒറ്റ കൈകളോണ്ട് വാതിലൊക്കെ പൊളിഞ്ഞു പോകുവോ? വാതിലവിടെ നിന്നോട്ടെ. അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ജനിക്കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കൊടുക്കലും ഓരോർക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായിട്ട് ഇരുന്നിട്ടാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ദാ നല്ലൊരു മഴ, നല്ലൊരു കാറ്റുണ്ടായിനി കേട്ടോ. ആ കാറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു നല്ലൊരു മഴയും. ഇനി എന്താ മൂടിപ്പോച്ച് കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങും. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. 11 മിനിറ്റിന്റെ ഒരു ചെറിയ വീഡിയോ. പക്ഷെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യാം. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.